ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല കേട്ടോ. നിങ്ങളിൽ കുറേ പേരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവും വെജിറ്റബിൾ ചോപ്പർ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വെജിറ്റബിൾ ചോപ്പർ വെച്ചിട്ട് ചോപ്പിംഗ് അല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് വെജിറ്റബിൾ ചോപ്പർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ചെറിയൊരു ഇൻട്രോ തന്നേക്കാം. നമുക്ക് ഓൺലൈൻ സൈറ്റ്സിലും അതുപോലെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ടൂളാണ് നമ്മുടെ വെജിറ്റബിൾ ചോപ്പർ. ഏകദേശം ഒരു മിക്സി ബൗൾ പോലെയൊക്കെ ഇരിക്കും ഇത്. സവാളയും ക്യാബേജും പോലെ അധികം കട്ടിയില്ലാത്ത വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു സവാളയാണ് ഇതിൽ ചോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സവാള ഇതുപോലെ 1-2 കഷ്ണങ്ങളാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. എന്നാലേ കറക്റ്റായിട്ട് ഇത് ചോപ്പ് ചെയ്ത് കിട്ടുള്ളൂ. എന്നിട്ട് ഈ ചോപ്പർ അടച്ചു കൊടുക്കുക. ഈ അടപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ട്രിങ് ഉണ്ട്. അതിങ്ങനെ മുന്നോട്ടും പിന്നോട്ടും വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ചോപ്പ് ചെയ്ത് കിട്ടുക. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞു കിട്ടി. പക്ഷേ ഈ ചോപ്പറിന് ഇത് മാത്രമല്ല കേട്ടോ പറ്റുന്നത്. ഇതിൽ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ബ്ലേഡ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ 2 മുട്ടയുടെ വെള്ള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചോപ്പറിൻ്റെ ഉള്ളിലും അതുപോലെ എഗ്ഗ് വൈറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ബൗളിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ഈ വൈറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മഞ്ഞയുടെ അംശം ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല. ഇനിയിപ്പോൾ എന്താ, സാധാരണ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ അടപ്പെടുത്ത് അടച്ചു കൊടുക്കുക. ആ സ്ട്രിങ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇത് പയ്യെ പതഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളത് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. കറക്റ്റ് എത്ര മിനിറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, കാരണം പലർക്കും പല സ്പീഡാണ്. ഇടയ്ക്കൊന്ന് നിർത്തിയിട്ടൊക്കെ ചെയ്യണമെന്നുള്ളവരുണ്ടാവും. എന്നാലും ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച കൺസിസ്റ്റൻസിയിലേക്ക് ഈ മുട്ടയുടെ വെള്ള പതഞ്ഞു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ചൊരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റിഫ് പീക്കാണ് ആവശ്യമെങ്കിൽ കൂടുതൽ ഇതിനകത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബീറ്റ് ചെയ്ത എഗ് വൈറ്റ്സ് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതേ ചോപ്പറിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും ഈ ചോപ്പറിൻ്റെ ഉള്ളിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ കട്ട ഇപ്പോഴും അതിനകത്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഇത് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കട്ടയൊന്നും കാണില്ല. കട്ടയുള്ളത് കൊണ്ടാണ് ഈ ഫോർക്ക് വെച്ചിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പം ഇത് ശരിയായിട്ട് വരില്ല. ഇപ്പോൾ കട്ടയൊക്കെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ ബ്ലേഡ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ അടച്ചു വയ്ക്കുക. ഇനി ഇതിൻ്റെ സ്ട്രിങ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പം ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. കാരണം ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൂസായിപ്പോവും. പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് നോക്കുക, കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ. നമ്മൾ ഈ സ്ട്രിങ് ഇങ്ങനെ വലിക്കുമ്പോൾ പതുക്കെ ഒന്ന് പിടിച്ചു തുടങ്ങും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആയി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഇതിനും 4-5 മിനിറ്റൊക്കെ മതിയാവും കറക്റ്റ് ആ ഒരു ഫോമിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ വര പോലെ ആയിക്കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയെന്ന് മനസ്സിലാവുക. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചോപ്പറിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തു. വിപ്പിംഗ് പൗഡറും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു നോസിൽ ഇട്ട് കൊടുത്തു. നോസിൽ മാക്സിമം നമ്മൾ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനൊരു കത്രിക വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ നോസിൽ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ടിപ്പ് പുറത്തേക്ക് വരുന്ന രീതിയിൽ. എന്നാലേ നമ്മൾ ഡിസൈൻ ചെയ്താൽ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഞാൻ ആ പൈപ്പിംഗ് ബാഗ് ഒരു കപ്പിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ.
ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചോപ്പറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബ്ലേഡാണ് ഞാനിപ്പോൾ മാറ്റിയത്. ഇനി ഒരു സ്പാറ്റിലയോ അതുപോലെ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതിനകത്തേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പൈപ്പിംഗ് ബാഗ് നമുക്ക് കപ്പിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഫില്ല് ചെയ്ത വിപ്പിംഗ് ക്രീം ഇതുപോലെ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. പൈപ്പിംഗ് ബാഗിൻ്റെ ബാക്കിയുള്ള ഈ ഭാഗം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കയ്യിൽ പിടിക്കാനായിട്ട്. ഇനി സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പോലെ ഇത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 1-2 നോസിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത്ര ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈൻസ് ഒന്നുമല്ല. ഇത് ചെയ്ത് പരിചയമുള്ള ഒരുപാട് പേർക്ക് വളരെ സ്പീഡിൽ തന്നെ ഇതിലും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്നെപ്പോലെ ഒരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്കിത് പയ്യെ ചെയ്ത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ എല്ലാവരും കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. ഒരു ബേസിക് കേക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇപ്പോൾ. പക്ഷേ ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബീറ്റർ വാങ്ങണം. അതിനൊരു 1500 രൂപ 2000 രൂപയെങ്കിലും ആവും. നിങ്ങളൊരു പ്രൊഫഷണൽ ബേക്കർ അല്ലെങ്കിൽ അതുപോലെ ബീറ്റർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്കിനി വാങ്ങാവുന്ന ഒന്നാണ് വെജിറ്റബിൾ ചോപ്പർ. ഞാനിതൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് 300 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇടയ്ക്ക് ഇതിൻ്റെ റേറ്റിനൊരു വേരിയേഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. എന്നാലും ഒരു 400-500 രൂപയെ കൂടുതൽ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ പല സൈസിലും പല ബ്രാൻഡിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ അടിപൊളി വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്